അപ്പോൾ ശ്രദ്ധിച്ചോ, 10ാം ക്ലാസ്സിലെ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നോക്കി, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി, സി ആൻഡ് ഡി. ബിയുടെയും സിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബിയും സിയും ഡിയുടെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി കൂട്ടിമുട്ടിയ പോയിന്റിന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പേരെന്തായിരുന്നു? ഒറിജിൻ എന്നായിരുന്നു, അല്ലെങ്കിൽ മലയാളത്തിൽ എന്തായിരുന്നു? ആധാരബിന്ദു എന്നായിരുന്നു, അല്ലെ? ഈ ഒറിജിന്റെ അല്ലെങ്കിൽ ആധാരബിന്ദുവിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? 0, 0. 1 മാർക്കിനൊക്കെ മിക്ക തവണയും ചോദിക്കുന്ന ചോദ്യമാണ് ഒറിജിന്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ആധാരബിന്ദുവിന്റെ സൂചക സംഖ്യകൾ. അപ്പൊ നോക്കിയേ, അപ്പൊ എക്സും വൈയും കൂട്ടിമുട്ടിയ പോയിന്റ് ഒറിജിൻ ആണ്, ആധാരബിന്ദുവാണ്. ഇവിടെ എക്സ് ആക്സിസ് ഇത്, വൈ ആക്സിസ് ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയ പോയിന്റ് ഏതാണ്? സി അല്ലേ? അപ്പൊ ഈ കൂട്ടിമുട്ടിയ പോയിന്റിന്റെ സൂചക സംഖ്യകൾ ഏതാണ്? 0, 0 അല്ലേ? അത് ആദ്യം തന്നെ എഴുതാല്ല, ഒരു പ്രശ്നവും ഇല്ലല്ല, എഴുതി. ഇനി ഇവിടെ 2 സംഖ്യകളുണ്ട്, 2 പോയിന്റുകളുണ്ട്, ബിയു ഉണ്ട്, ഡിയു ഉണ്ട്. ഇവിടെ നമ്മളൊരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എഴുതുന്നത്, ആദ്യത്തെ നമ്പറിനെ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് സൂചക സംഖ്യ എന്നാണ്. രണ്ടാമത്തെ നമ്പറിന് നമ്മൾ പറയുന്ന പേര് വൈ സൂചക സംഖ്യ അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് എന്നാണ് പറയുന്നത്, അല്ലെ? എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ എക്സ് കോർഡിനേറ്റ്, അതായത് അത് എക്സ് ആക്സിസിൽ എത്ര ദൂരം മാറിക്കിടക്കുന്നു എന്നാണ്. അതായത് എക്സ് ആക്സിസിൽ അത് എത്ര ദൂരം മാറിക്കിടക്കുന്നു? 2 സെന്റിമീറ്റർ മാറിക്കിടക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്താൽ അതിന്റെ എന്ത് 0 ആയിരിക്കും? എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്താൽ അതിന്റെ എന്ത് 0 ആയിരിക്കും? വൈ 0 ആയിരിക്കും. എക്സ് ആക്സിസിൽ 2 പോയിന്റ് മാറി കിടക്കുന്നതുകൊണ്ട് ഇവിടെ 2, 2, 0. ഇനി നോക്കിയേ, വൈ ആക്സിസിൽ ഒരു പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് 5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് വൈ ആക്സിസിൽ 5 യൂണിറ്റ് മാറി കിടക്കുന്നു എന്നാണ്. വൈ ആക്സിസിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ വൈ കോർഡിനേറ്റ് 0, വൈ ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0. ഇനി ഇവിടെ എന്താണോ 5 സെന്റിമീറ്റർ മാറി കിടക്കുന്നതുകൊണ്ട് ഇവിടെ 5. ഇങ്ങനെയാണ് കൃത്യമായിട്ട് എഴുതേണ്ടത്. ഇനി ഇത്രയും നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയില്ല എങ്കിൽ ഇതേ ശ്രദ്ധിച്ചു, വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ കോർഡിനേറ്റ് ഞാൻ പറയുവാണ്, ഇതൊരു 7, 9 ആണ്. ഈ 3 പോയിന്റിന്റെയും കോർഡിനേറ്റ് എഴുതണം. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്, അല്ലെ? എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റ്. അപ്പൊ അതിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? സൂചക സംഖ്യയാണ്, അല്ല അതിന്റെ ഒറിജിൻ ആണ് അല്ലെങ്കിൽ ആധാര ബിന്ദുവാണ്. അത് 0, 0 ആണ്. അത് ആദ്യം തന്നെ എഴുതിക്കോളണം. ഇനി ഇത് എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് അല്ലേ? എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ആയത് കാരണം അതിന്റെ എന്ത് 0 ആയിരിക്കും? വൈ 0 ആയിരിക്കും. അത് ആദ്യം തന്നെ എഴുതിക്കണം. ഇനി നമുക്ക് ഇവിടെ എക്സ് വേണ്ടടാ, അത് ഇവിടുത്തെ എക്സ് അങ്ങോട്ട് നോക്കിയെടുത്ത് എഴുതിയാൽ മതി, 7, 0. ഇനി അതുപോലെ ഇപ്പുറത്തും ഇത് വൈ ആക്സിസിൽ ഒരു പോയിന്റ് അല്ലേടാ, ഇത് വൈ ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ എന്ത് 0 ആയിരിക്കും? എക്സ് 0 ആയിരിക്കും. വൈ വേണ്ടേ നമുക്ക്? വൈ ഇത് ഇവിടെ നോക്കി എഴുതിയാൽ മതി, 0, 9. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? ഇത് നോക്കൂ, വേണമെങ്കിൽ കുറച്ചും കൂടി പറ നോക്കൂ. ഇതൊരു 5, 8 ആണെന്ന് വിചാരിക്കും. ആദ്യത്തെ കോർഡിനേറ്റ് ഇതല്ലേ? ഇതെഴുതാം. ഇതെന്താണ്? എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടി വന്ന പോയിന്റ് ആണ്, അതായത് ഒറിജിൻ ആണ് അല്ലെങ്കിൽ ആധാര ബിന്ദുവാണ്. അപ്പൊ അതിന്റെ കോർഡിനേറ്റ്സ് 0, 0. അത് എഴുതാമല്ലോ, ആദ്യം തന്നെ എഴുതാം. ഇത് എക്സ് ആക്സിസ് അല്ലേ? ഇത് വൈ ആക്സിസ്. എക്സ് ആക്സിസ് ആയതുകൊണ്ട് അതിന് എന്ത് 0 ആയിരിക്കും? വൈ 0 ആയിരിക്കും. എക്സ് ആണ് നമുക്ക് വേണ്ടത്, അത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയെടുത്ത് എഴുതിയാൽ മതി, 5. ഇത് വൈ ആക്സിസ് ആണ്, അപ്പൊ എന്ത് 0 ആയിരിക്കും? എക്സ് 0 ആയിരിക്കും. വൈ വേണം, വൈ ഇത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയെടുത്ത് എഴുതിയാൽ മതി, 8. കേട്ടല്ലോ? ഇതാണ് ഒരു മോഡൽ ചോദ്യം. ഈ മോഡൽ പെട്ടെന്ന് മനസ്സിലാക്കണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പടങ്ങൾ വരും ഈ ചാപ്റ്ററിൽ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തന്നിട്ടുള്ള റെക്റ്റാങ്കിൾ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ടച്ച് ചെയ്തായിരിക്കുന്നത്. എക്സ് ആക്സിലും വൈ ആക്സിസിലും ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്, അത് ഓർത്തോളണം. എക്സ് ആക്സിലും വൈ ആക്സിസിലും ടച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് എടുക്കാവുള്ളൂ. എളുപ്പമല്ലടാ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ.